അത് പറഞ്ഞോളൂ. അവള് പറഞ്ഞ ഇതായിരുന്നു, നീ അത് പിന്നെ വെച്ചു. പിന്നെ ദ്വാമിക്കും ദിവാജിക്കും ഓരോ കുപ്പി വാങ്ങിച്ച്, ഒരു കുപ്പി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ നോക്കി ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചെങ്കിലും അത്ര ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്നും എന്തൊക്കെ പറ്റും എന്നറിയില്ല, പറ്റുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം. അപ്പൊ രാവിലെ ദിവാജിയും ദ്വാമിയും ഇവിടെ ഭയങ്കര കളിയാണ്. സൂപ്പർ. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്. പിന്നെന്താ, അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഉച്ചയാകുമ്പോൾ നമുക്ക് പുറത്ത് പോവാം. അപ്പോൾ ബൈ. ബിസ്ക്കറ്റ് പൊടിച്ച് താഴെ ഇട്ടു അവിടുന്ന് വാങ്ങിച്ചിരുന്നു. അങ്ങനെ എന്താ പറയുക, മിച്ച പൊന്നിന് കറി വെച്ചിട്ട് അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം. പൊന്നാക്ക് ദോശ ഉണ്ടാക്കി ദോശയും കടലക്കറി, ദോശയും കടലക്കറി. രാവിലെ കഴിക്കാനായിട്ട് ഇതാ കുബൂസും കടലക്കറിയും, പിന്നെ ഇതിനകത്ത് ഇച്ചിരി ചിക്കൻ കറി വെച്ചുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ചൂടാക്കാൻ വെച്ചു. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കൊഴിച്ച് നമുക്ക് കഴിക്കാം. അപ്പൊ അതാ കറക്റ്റ് 1 മണിയായി നമ്മൾ ചോറ് കഴിക്കാൻ പോകും. സത്യം പറഞ്ഞാൽ ഇപ്പൊ ചോറ് കഴിക്കണം എന്ന് വിചാരിച്ചല്ല, ദ്വാമിക്ക് കൊടുക്കാത്ത ചോറാണ്. പക്ഷെ അവള് കഴിച്ചില്ല. പിന്നെ ഞാൻ 2 ചിക്കൻ കഴിച്ചു. അപ്പൊ ചോറിന് കറിയായിട്ട് നമുക്ക് മോര് കാച്ചിയതുണ്ട്, സാമ്പാറുണ്ട്, സോയാബീൻ, ഇന്നത്തെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, അച്ചാർ. അപ്പൊ ഞാൻ ചോറ് വെച്ച് തരാം. അപ്പൊ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. വരുന്ന വഴിക്ക് മുമ്പേ അവിടെ നിന്ന് സ്റ്റോപ്പായി. ആദ്യം തന്നെ നമ്മൾ പോയത് ഒരു ബേക്കറിലോട്ടാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ദ്വാമി ഒന്ന് വീണു, മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടി. അങ്ങനെ അവൾ മൂഡ് ഓഫ് ആയി. അങ്ങനെ അവളുടെ മൂടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇവിടെ നേരെ ബേക്കറിലോട്ട് വന്ന് കേക്കും കിൻഡർ ജോയ്ക്കും മേടിച്ചപ്പോൾ അവളങ്ങ് ഓക്കെ ആയി. പിന്നെ മീൻ വാങ്ങണം. തൊട്ടടുത്തുള്ളൊരു മീൻ തട്ടിലേക്ക് പോയിട്ട് അങ്ങനെ മീൻ മേടിച്ചു. പിന്നെ ഉമ്മയ്ക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങണമായിരുന്നു. പിന്നെ അതും മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി ഹോട്ടലിൽ കയറി. കുറ്റിയിടും. അപ്പോൾ വരുമ്പോൾ എന്തായാലും നമ്മൾ ഹായ് സൂപ്പർ. എന്തോ കിട്ടിയത്? പൂമ്പാറ്റ, ബട്ടർഫ്ലൈ. ഇപ്പൊ പോയിട്ട് അപ്പോൾ ദ്വാമിക്ക് സ്റ്റിക്കർ വേണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു. കിച്ചൺ സെറ്റ് വാങ്ങിച്ചു. ദിവാച്ചിക്ക് ഒരു കിലുക്കം. പിന്നെ ദ്വാമിക്കും ദിവാച്ചിക്കും ഓരോ കുപ്പി വാങ്ങിച്ച്, ഒരു കുപ്പി കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് വേറൊരു കുപ്പി. ദ്വാമി ഇവിടെ കേക്ക് പോപ്സ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അതൊന്നും എടുത്തേ. ചാരിയിരിക്കുന്നേ കിൻഡർ ജോയ് തരാതിന്റെ വിഷമാണോ ദിവാച്ചിക്ക്? പോവാ അവിടെ ചെന്ന് ഉറക്കം വരുമായിരുന്നു. ഇപ്പൊ ഉറക്കം വന്നില്ല, ആ കൊക്കം വന്നില്ല. പിന്നെതായി ഒരു കോമ്പിന്റെ സെറ്റ് വരുന്നത് ഇപ്പൊ നമ്മള് പോയപ്പോ വാങ്ങിച്ച കേട്ടോ. കറങ്ങി നടന്നപ്പോ ഭയങ്കര വിശപ്പ്. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി ഏത്തപ്പഴം നെയ്യിൽ പൊരിച്ച് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇതാ ഇവിടെ ഏത്തപ്പഴം നെയ്യിൽ പൊരിച്ചോണ്ടിരിക്കുന്നു.
പറയാൻ പറ്റില്ല, ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയാണ്. അമ്മ ഇപ്പൊ കൊണ്ടുവന്ന മീൻ അവിടെ കഴുകുന്നു. തിന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചാണ്. ഉമ്മി അതിന് സമ്മതിക്കില്ല. അതാ ഉള്ളി വിളിക്കുന്നു, ശരി വെളുത്തുള്ളി വിളിക്കാന്ന് പറഞ്ഞ് കൊണ്ടു തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ വിളിച്ചു കൊടുത്തേക്കാം. വേണം ഇതാണോ മാംഗോ? മാംഗോ എവിടെ? ദേ മാംഗോ, ദേ മാംഗോ, മാംഗോ ജ്യൂസ് താ മേഡം. ഓ ആയിക്കോട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. ഇനി എനിക്ക് ഗ്രേപ്പ് ജ്യൂസ് വേണം. ഗ്രേപ്പ് അല്ലേ, ഗ്രേപ്പ്. ഇവിടെ ഇരുന്നുകൊണ്ട് ജ്യൂസ് അടിക്കുകയാണ്. മുന്തിരി ജ്യൂസ് ഉണ്ട്, മാംഗോ ജ്യൂസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട് അല്ല പിന്നെ. എന്ത് വെച്ച് കയ്യില്? ഓഹോ, എന്തോ മാമി പറഞ്ഞു അവള് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് വെക്കാൻ 1 2 3 ഇങ്ങനെ ഓർഡറിൽ ഒട്ടിച്ച് വെക്ക്. രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുബൂസും രാവിലത്തെ കടലക്കറിയും പിന്നെ ഉച്ചക്കത്തെ സോയാബീനും ഉണ്ടായി. ഞങ്ങൾ അതെല്ലാം കൂടെ കൂട്ടിക്കുവച്ച് കഴിച്ചു. സുന്ദരിമോൾ ഉറങ്ങിപ്പോയി. അവളെ എങ്ങനെ ഉണർത്താൻ നോക്കി കിടക്കുക. കളിക്കുന്നു. ഞങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചിരിയത്. എവിടെ പോണു കുണ്ടി പൊക്കി? പാപ്പനെങ്കിളി പോപ്പനെങ്കിളി പച്ചപ്പനെങ്കിളി ബാബനെങ്കിളി കാണിച്ചേ. ബാബനെങ്കിളി കാണിച്ചു. ബാബനെങ്കിളി കാണിക്കും. ബാബനെങ്കിളി എങ്ങനെ കാണിക്കുന്നു? ബാബനെങ്കിളി ബാബനെങ്കിളി പോപ്പനെങ്കിളി മോതൊക്കെ ചവിട്ടിപ്പോയത്. ബാബനെങ്കിളി പോപ്പനെങ്കിളി പച്ചപ്പനെങ്കിളി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നത്. ബൈ ബൈ ഫ്രണ്ട്സ്.